നല്ലോണം കേട്ടോ, നല്ല സിനിമ, നല്ല ഫാമിലി കാണാൻ പറ്റിയ സിനിമ. എല്ലാവരുടെ പ്രത്യേകിച്ച് മക്കളിലൊക്കെ ഉള്ളവരാണെങ്കിൽ എല്ലാവരും തിയേറ്ററിൽ വന്ന് കുഞ്ഞു സിനിമ കേട്ടോ. നല്ല പാട്ടുകളും, 2 പാട്ടുകളുണ്ട്, പാട്ടുകളും നല്ലതാണ്. പിന്നെ സുഹൃത്തുക്കളാണ്, അതുകൊണ്ട് വന്ന് കണ്ടു. നേരത്തെ പറഞ്ഞ ഒരു കുഞ്ഞു സിനിമയാണ്, ഫാമിലി ആയിട്ട് തിയേറ്ററിൽ വന്ന് കാണാൻ, എൻജോയ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാം. ഉണ്ട്, നല്ല രസമുണ്ട്. നമ്മളിങ്ങനെ കണ്ടിട്ടില്ല രണ്ടുപേരും. അനുവിനെ റൊമാൻറ്റിക് അനുവിനെയൊക്കെ കണ്ടിട്ടുണ്ട്. അതിഥി വാസ് നൈസ്. എല്ലാം ജയബാബു ചേട്ടനാണെങ്കിലും പോലീസ് ഓഫീസർ എല്ലാവരും ഉണ്ട്. അപ്പം ബാക്കി കാര്യങ്ങൾ ഓൾറെഡി വയ്ക്കാം. എല്ലാവരും തിയേറ്ററിൽ തന്നെ ഒന്ന് കാണണം കേട്ടോ. താങ്ക് യു. That's a song. Yeah. ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പൊ ചുമ്മാ നമ്മൾ കുറെ സിനിമകൾ വെറുതെ പാട്ടൊക്കെ പോയി പുറത്ത് ഷൂട്ട് ചെയ്യുന്ന പോലെയല്ല, ഇത് ഭയങ്കര റെലവൻസ് ഉണ്ട്. അവിടെ ലണ്ടനിൽ ഷൂട്ട് ചെയ്തതിനും അവിടുത്തെ നിയമവും ഇവിടുത്തെ നിയമവും നമുക്ക് തന്നെ കുറെ മനസ്സിലാവില്ല എങ്ങനെയൊക്കെയാ കാര്യങ്ങൾ വർക്ക് ആവുന്നത്. അപ്പൊ അതിന്റെ തന്നെ നല്ല വൃത്തിയായിട്ട് അഡ്രസ് ചെയ്തിട്ടുണ്ട്, ഓഡിയൻസ് മനസ്സിലാവുന്നത്. എല്ലാവരും നന്നായിട്ട്, എല്ലാം നല്ലതായിരുന്നു. എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. അനുചേട്ടനാണെങ്കിലും അതിഥിയാണെങ്കിലും എല്ലാവരും, വിജയ് ചേട്ടൻ എല്ലാവരും നന്നായിട്ട് അവരവരുടെ ക്യാരക്ടേഴ്സ് ഒക്കെ ഭയങ്കര ഭംഗിയായിട്ട് ചെയ്തു. രണ്ടുപേരുടെയും കോംബോ കാര്യങ്ങൾ വർക്കൗട്ട് ആവുന്നുണ്ട്. രണ്ടുപേരുടെയും കോംബോ ഉണ്ട്, ഭയങ്കര കെമിസ്ട്രി ഉണ്ട്. അവര് കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യുമ്പോഴാണെങ്കിലും ശരിക്കും പേരൻസിനെ പോലെ നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് അങ്ങനെ വേറെ അൺസർട്ടൺ ഒബ്വിയസ്ലി മോനുണ്ട്, അതിഥിയാണെങ്കിലും രണ്ടുപേരും ഭയങ്കര നന്നായിട്ട് അത് ഒരു പേരൻസിനെ പോലെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും, ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും സിനിമ. ഹലോ, ഇഷ്ടപ്പെട്ടുള്ള ഒരു അഭിപ്രായം കേൾക്കും. സന്തോഷം. ബാക്കി അവരോട് ചേച്ചിയോട് ചോദിക്കാം. നന്നായിട്ട് സെക്കൻഡ് ഹാഫ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ ഇടവേള കഴിഞ്ഞപ്പോ എന്തായിരിക്കും എന്ന് ആലോചിക്കുകയായിരുന്നു. വളരെ ഭംഗിയായിട്ട് ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ്. എല്ലാവരും ആക്ടേഴ്സ് എല്ലാവരും നല്ലായിരുന്നു. അനിലേട്ടൻ, ഓഫ് കോഴ്സ് അനിലേട്ടൻ ഇസ് ഓൾവേസ് ബ്യൂട്ടിഫുൾ. തീർച്ചയായിട്ടും. കാരണം ഇതൊരു റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ട് വന്നതല്ലേ. ഇങ്ങനെ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് പേരുകളുണ്ട് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, നോർത്ത് ഇന്ത്യയിൽ ഇതുപോലെ ഒരു ഇൻസിഡന്റ് ഉണ്ടായതിനെ ബേസ് ചെയ്തിട്ട് ഒരു മൂവിയും കൂടി വന്നിട്ടുണ്ട്, മിസസ് ചാറ്റർജി ഐ ബിലീവ്. അപ്പോൾ അതും എല്ലാം അത് പക്ഷെ വേറൊരു റൂട്ടാണ് കണക്ട് ചെയ്തിരിക്കണേ. ഇത് ടോട്ടലി ഡിഫറെന്റ് ആണ്. വളരെ ഇഷ്ടപ്പെട്ടു, വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇങ്ങനെയുള്ള സിനിമയാണ്. സ്ലോ മൂഡിൽ നിന്ന് കയറി വീട്ടിലേക്ക് കയറുകയാണ്. സെക്കൻഡ് ഹാഫ് എസ്പെഷ്യലി ഒരു ടുവേർഡ്സ് എൻഡൊക്കെ എത്തുമ്പോൾ വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. വെൽ മെയ്ഡ് മൂവി തന്നെയാണ്. എക്സ്പെക്ട് ചെയ്യാത്തൊരു പ്ലോട്ടിലൂടെ കടന്നു പോകുന്ന ഒരു സിനിമയാണ്. നമുക്ക് ഈ മൂവി കാണുമ്പോൾ UK പോകാനുള്ള ആഗ്രഹം തോന്നുന്നു. അല്ല, സീനറീസ് കൂടുതലും UK-ലും അയർലൻഡിലൊക്കെ ഷൂട്ട് ചെയ്തത്. വിഷ്വൽ ബ്യൂട്ടി എല്ലാം യൂറോപ്പിൻ്റെതായ ഒരു ഫീൽ. അത് ക്യാപ്ചർ ചെയ്തിട്ട് അവിടുത്തെ കൾച്ചറും നമ്മുടെ കൾച്ചർ ഡിഫറൻസും കൂടി പോർട്രേ ചെയ്യുന്ന ഒരു സിനിമയാണ്. ചേച്ചി അടിപൊളി, നല്ല പിടിച്ചിരുന്ന ഒരു സ്ക്രിപ്റ്റ് ആണ്. നല്ല സിനിമയാണ്. ഒരു ചെറിയ സിനിമ എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ട് മാറ്റി നിർത്തേണ്ട ഒരു സിനിമയല്ല. എല്ലാവരും സിനിമ കാണുന്നത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും ഗ്രാഫിക്കിനെ കയറി വരികയായിരുന്നു. നമ്മുടെ ഇന്റർവെല്ലിന് പോലും പുറത്ത് പോകാതെ അല്ലെങ്കിൽ പുറത്ത് പോയാൽ തന്നെ പെട്ടെന്ന് അകത്തേക്ക് കയറണം. ആ സിനിമയുടെ ഒരു സെക്കൻഡ് പോലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത രീതിയിൽ നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.